നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ആക്സിസ് ബാങ്ക് കഴിഞ്ഞ ദിവസം അവരുടെ പാദഫലങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിനാൽ നാളെ ഓഹരി വിപണിയിൽ ശ്രദ്ധാകേന്ദ്രമാകും. ഈ സാഹചര്യത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നും ഓഹരിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ലെവലുകളും ഒപ്പം ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ടുള്ള ഔട്ട്ലുക്ക് എന്നിവയാണ്. ഈ പാദത്തിൽ 7071 കോടി രൂപയുടെ അറ്റാദായമാണ് ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും മുൻ വർഷത്തെ ഇതേ കാലയളവിലെ ലാഭമായ 7117 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭത്തിൽ 0.6% കുറവുണ്ടായിട്ടുണ്ട്. അതേസമയം മുൻപാദത്തെ അപേക്ഷിച്ച് 9% വർധനവും രേഖപ്പെടുത്തി. ബാങ്കിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം മുൻവർഷത്തെ അപേക്ഷിച്ച് 5% വർദ്ധിച്ച് 14,457 കോടി രൂപയായിട്ടുണ്ട്. ഈ പാദത്തിലെ അറ്റപലിശ മാർജിൻ 3.62%. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ ആക്സിസ് ബാങ്കിന്റെ പ്രൊവിഷനുകളും ആകസ്മിക ചെലവുകളും അതായത് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസ് കുത്തനെ വർദ്ധിച്ച് 3522 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻ പാദത്തിൽ ഇത് 2245 കോടി രൂപയും കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1359 കോടി രൂപയുമായിരുന്നു. ആഗോള സാമ്പത്തിക ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് കൂടുതൽ ശക്തമാക്കുന്നതിനായി 2001 കോടി രൂപയുടെ അധിക വൺ ടൈം പ്രൊവിഷൻ ഏർപ്പെടുത്തിയതായി ബാങ്ക് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇത് മുൻകരുതൽ നടപടിയാണെന്നും ആസ്തി ഗുണമേന്മയിലെ ഇടിവിനെ ഇത് സൂചിപ്പിക്കുന്നില്ല എന്നും ബാങ്ക് കൂട്ടിച്ചേർത്തു. ബാങ്കിന്റെ ആസ്തി ഗുണമേന്മ മെച്ചപ്പെട്ടിട്ടുണ്ട്. മൊത്തം നിഷ്ക്രിയ ആസ്തി മുൻപാദത്തിലെ 1.4% നിന്ന് 1.23% കുറഞ്ഞിരിക്കുന്നു. അറ്റ നിഷ്ക്രിയ ആസ്തി അഥവാ നെറ്റ് NPA 0.42% നിന്നും 0.37% കുറഞ്ഞിട്ടുണ്ട്. ഈ പാദത്തിൽ ആക്സിസ് ബാങ്കിന്റെ അറ്റ ക്രെഡിറ്റ് ചെലവ് അഥവാ നെറ്റ് ക്രെഡിറ്റ് കോസ്റ്റ് 0.37% കുറഞ്ഞു. മുൻ പാദത്തെ അപേക്ഷിച്ച് ഇതിൽ കുറവുണ്ടായിട്ടുണ്ട്. കൂടാതെ ബാങ്കിന്റെ പ്രൊവിഷൻസ് കവറേജ് റേഷ്യോ 70% എന്ന മികച്ച നിലയിൽ തുടരുന്നുണ്ട്. ബാങ്കിന്റെ കോർ ഓപ്പറേറ്റിംഗ് റവന്യൂ വലിയ മാറ്റങ്ങളില്ലാതെ സ്ഥിരതയോടെ തുടർന്നു. റീറ്റെയിൽ ഫീസിലുണ്ടായ വളർച്ചയുടെയും ഫീസുകളുടെയും വൈവിധ്യവൽക്കരണത്തിന്റെയും കരുത്തിൽ ഫീ ഇനത്തിലുള്ള വരുമാനം മുൻ പാദത്തെ അപേക്ഷിച്ച് 8%, മുൻ വർഷത്തെ അപേക്ഷിച്ച് 4% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പാദത്തിൽ ഉണ്ടായിട്ടുള്ള 606 കോടി രൂപയുടെ ട്രേഡിംഗ് നഷ്ടം പലിശ ഇതര വരുമാനത്തെ അഥവാ നോൺ ഇൻട്രസ്റ്റ് ഇൻകത്തിനെ ബാധിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ പ്രവർത്തന ലാഭം മുൻ വർഷത്തെ അപേക്ഷിച്ച് 7% കുറഞ്ഞ് 1013 കോടി രൂപയായി. അതേസമയം പ്രവർത്തന ചിലവുകൾ അഥവാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മുൻ വർഷത്തെ 6% വർദ്ധിച്ചു. കോർപ്പറേറ്റ് SME മേഖലകളിലെ മികച്ച പ്രകടനത്തിന്റെ കരുത്തിൽ ബാങ്ക് നൽകിയ വായ്പകൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് 19% വർദ്ധിച്ച് 12.34 ലക്ഷം കോടി രൂപയായി. മുൻ പാദത്തെ അപേക്ഷിച്ച് ഇതിൽ 6% വളർച്ചയുണ്ടായിട്ടുണ്ട്. നിക്ഷേപങ്ങൾ മുൻ വർഷത്തേക്കാൾ 14% വർദ്ധിച്ചു. മൊത്തം നിക്ഷേപങ്ങളിൽ കാസ അനുപാതം 40%. ബാങ്കിന്റെ മൂലധന അടിത്തറ സുശക്തമായി തുടരുന്നുണ്ട്. ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ 16.42%, CET1 റേഷ്യോ 14.38%. ഡിജിറ്റൽ പേയ്മെന്റ് മേഖലകളിൽ ആക്സിസ് ബാങ്ക് മികച്ച മുന്നേറ്റം തുടരുകയാണ്. UPI പേയർ PSP വിഭാഗത്തിൽ ഏകദേശം 36% വിപണി വിഹിതവുമായി ബാങ്ക് മുൻനിരയിൽ തുടരുന്നുണ്ട്. ഈ പാദത്തിൽ 10 ലക്ഷത്തിലധികം പുതിയ ക്രെഡിറ്റ് കാർഡുകൾ ബാങ്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇടപാടുകളിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാഭത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും ബാങ്കിന്റെ വായ്പാ വളർച്ചയും നിഷ്ക്രിയ ആസ്തിയിലുണ്ടായ കുറവും ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. എങ്കിലും ബാങ്കിനെ സംബന്ധിച്ച് പ്രതീക്ഷിച്ചതിലും ഉയർന്ന ലാഭം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാദത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് ഒരു അപ്രതീക്ഷിത വർധനവ് ബാങ്കിന്റെ ലാഭത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുവെ വരുന്നത്. സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ വലിയൊരു തുക പ്രൊവിഷനായി മാറ്റിവെച്ചത് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിനെ കൂടുതൽ കരുത്തുറ്റതാക്കും. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയിലും ക്രെഡിറ്റ് കാർഡ് വിതരണത്തിലും ബാങ്ക് പുലർത്തുന്ന ആധിപത്യം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആക്സിസ് ബാങ്കിന്റെ മുന്നേറ്റം വിപണിയിൽ വളരെ നിർണായകമായിരിക്കും. വിപണിയിലെ കാര്യം നോക്കിയാൽ ആക്സിസ് ബാങ്ക് ഓഹരികളിൽ വിപണി വിദഗ്ധർ വലിയ ആത്മവിശ്വാസം പുലർത്തുന്നതായി കാണാം. ആകെ 39 അനലിസ്റ്റുകൾ ഈ ഓഹരിയെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ 28 പേർ സ്ട്രോങ് ബൈ നിർദ്ദേശവും 9 പേർ ബൈ എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. അതായത് സർവേയിൽ പങ്കെടുത്ത 39-ൽ 37 വിദഗ്ധരും അതായത് 95% ഈ ഓഹരി വാങ്ങുന്നതിന് അനുകൂലിക്കുന്നുണ്ട്. വെറും 2 പേർ മാത്രമാണ് ഓഹരി നിലവിൽ കൈവശം വെക്കാനോ മാറ്റമില്ലാതെ തുടരാനോ ശുപാർശ ചെയ്യുന്നത്. ടെക്നിക്കൽസ് നോക്കിയാൽ ആക്സിസ് ബാങ്കിന്റെ നിലവിലെ സാങ്കേതിക വിശകലനം പരിശോധിക്കുമ്പോൾ ഓഹരി വിപണി മോഡറേറ്റർലി ബുള്ളിഷ്
ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണപ്പെടുന്നത്. ഏപ്രിൽ 24 കണക്കനുസരിച്ച് 1362 വ്യാപാരം അവസാനിപ്പിച്ച ഓഹരി അതിന്റെ 52 ആഴ്ചയിലെ ഉയർന്ന വിലയായിട്ടുള്ള 1418 അടുത്താണ് നിൽക്കുന്നത്. 50 DMA, 200 DMA തുടങ്ങിയ പ്രധാനപ്പെട്ട ശരാശരികൾക്ക് മുകളിൽ ഓഹരി തുടരുന്നത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കരുത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. RSI മിഡ് റേഞ്ചിലായതിനാൽ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെങ്കിലും MFI ഓവർബോട്ട് സോണിലായതിനാൽ ചെറിയ ലാഭം എടുപ്പിനുള്ള സാധ്യതയുമുണ്ട്. 1378 എന്ന പിവിറ്റ് പോയിന്റിന് മുകളിൽ വ്യാപാരം തുടരുകയാണെങ്കിൽ 1391 മുതൽ 1416 വരെയുള്ള പ്രതിരോധ നിലകൾ ലക്ഷ്യമാകാം. എന്നിരുന്നാലും 1300 to 1350 നിലവാരത്തിലുള്ള ഡബിൾ ടോപ്പ് പാറ്റേണും 1392 to 1396 മേഖലയിലുള്ള റിവേഴ്സൽ സാധ്യതയും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭൂരിഭാഗം അനലിസ്റ്റുകളും ഓഹരി വാങ്ങാൻ ശുപാർശ ചെയ്യുന്നതിനാൽ 1392 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ ഓഹരി 1484 മുതൽ 1524 വരെയുള്ള പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു. നമുക്ക് രണ്ട് സാധ്യതകളെയും നോക്കാം. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ 1378, 1385 നിലവാരത്തിന് മുകളിൽ ഓഹരി കരുത്ത് പ്രാപിച്ചേക്കാം. പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന ലാഭം ബാങ്ക് രേഖപ്പെടുത്തിയതിനാലാണ് ഗ്യാപ്പ് ഓപ്പണിംഗിന്റെ സാധ്യത നമ്മൾ പരിശോധിക്കുന്നത്. 1392 എന്ന റെസിസ്റ്റൻസ് മറികടക്കാൻ ഓഹരിക്ക് സാധിച്ചാൽ അടുത്ത ലക്ഷ്യം 1418, അതോടൊപ്പം തന്നെ 52 ആഴ്ചയിലെ ഉയർന്ന നിലയായിരിക്കും. ഇത് മറികടക്കുന്ന പക്ഷം വില 1450 വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം വിപണിയിൽ ലാഭമെടുപ്പാണ് നടക്കുന്നതെങ്കിൽ വില താഴേക്ക് വരികയാണെങ്കിൽ 1350, 1340 എന്നീ നിലകളിൽ ഓഹരിക്ക് ശക്തമായ സപ്പോർട്ട് ലഭിക്കുമെന്നും വിചാരിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ബുക്കിന്റെ സാധ്യത മാർക്കറ്റിന്റെ പൊതുവായ പ്രകടനവും സാഹചര്യങ്ങളും അനുസരിച്ചാണ് ഉണ്ടാവുക. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമോ എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഓർക്കുക, ഇത് ഓഹരി വാങ്ങുന്നത് നൽകിയ നിർദ്ദേശമല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് പങ്കുവച്ചത്. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടാൻ മറക്കരുത്.